5ാം ക്ലാസ്സിലെ SCERTയിലെ 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. തൊഴിൽ വൈവിധ്യങ്ങൾ. അപ്പോൾ ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത് വരുമാന സ്രോതസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ഈ ഭാഗത്ത് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായിട്ട് എന്ത് ലഭിക്കുന്നു? പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. എന്താണ് വരുമാനം? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ഇവിടെ കുട്ടികൾക്ക് ഇവിടെ ഏതെല്ലാം തൊഴിലുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാവുന്നത് അതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ താഴെയായിട്ടൊരു ബോക്സിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. എന്താണ് തൊഴിൽ എന്ന് ഇവിടെ പറഞ്ഞു. എന്താണ്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ത് പറയുന്നത്? തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തിയുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറഞ്ഞത്? തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലമായി കൂലിയായോ ശമ്പളമായോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു വ്യക്തിയുടെ വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളവിടെ പറഞ്ഞു കൂലിയായോ ശമ്പളമായോ ലഭിക്കുമെന്ന്. അതെന്താണെന്ന് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. ഓക്കെ അല്ലേ? പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുമാന സ്രോതസ്സുകളെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണ്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നു. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ആസ്തികൾ. വിവിധ രൂപത്തിലുള്ള ധനവിഭാഗങ്ങളാണ് ആസ്തികൾ. അത് കെട്ടിടങ്ങളാകാം, വസ്തുവകകളാകാം. ഇവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് വരുമാന സ്രോതസ്സുകളും അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും നൽകിയിട്ടുണ്ട്. അവ നോക്കാം. കൃഷിയിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? വിള ലഭിക്കുന്നു. കൃഷിയിൽ നിന്ന് വിളയാണ് എന്തായി ലഭിക്കുന്നത്? വരുമാനമായിട്ട് ലഭിക്കുന്നത്. തൊഴിൽ ചെയ്താൽ എന്ത് ലഭിക്കും? കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും. അതിൻ്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞതാണ്. ബിസിനസ്സിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ലാഭം. ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് പലിശ ലഭിക്കുന്നു. ആസ്തികളിൽ നിന്ന് വാടക അല്ലെങ്കിൽ പാട്ടം ലഭിക്കും. ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നോ ലാഭവിഹിതം ലഭിക്കുന്നു. ഒന്നുകൂടി പറയാം. കൃഷിയിൽ നിന്ന് വിളയും, തൊഴിലിൽ നിന്ന് കൂലി അല്ലെങ്കിൽ ശമ്പളം, ബിസിനസ് ലാഭം ലഭിക്കുന്നു, ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് പലിശയും, ആസ്തിയിൽ നിന്ന് വാടകയോ പാട്ടമോ, ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതവും ലഭിക്കുന്നു വരുമാനമായിട്ട്. ഇനി വ്യക്തി വരുമാനവുമുണ്ട്, കുടുംബ വരുമാനവുമുണ്ട്. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. എന്താണ് വ്യക്തിഗത വരുമാനം? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണെന്ത്? വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്.
ഇനി കുടുംബ വരുമാനം എന്താണ്? കുടുംബ വരുമാനം എന്നാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. അപ്പോൾ നമ്മൾ വ്യക്തിഗത വരുമാനം എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞു, കുടുംബ വരുമാനം എന്താണെന്നും പറഞ്ഞു. ഇവിടെ 2 ബോക്സുകളിലായിട്ട് കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും നൽകിയിട്ടുണ്ട്. അവ നോക്കാം. കാർഷിക തൊഴിലുകൾ: പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തുന്നത്, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. പ്രകൃതി വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തൽ, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ എന്താണ്? കാർഷിക തൊഴിലുകളാണ്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നവയാണ് കാർഷിക തൊഴിലുകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% എത്രയാണ്? 46.5% പേര് കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് എക്കണോമിക്സ് റിവ്യൂ 2022-23 പ്രകാരം ഉള്ള കണക്ക്. 46.5%. കാർഷികേതര തൊഴിലുകൾ നോക്കാം. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായിട്ട് പരിഗണിക്കാം. വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ ഇവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ കാർഷിക തൊഴിലുകൾ പറയുമ്പോൾ അവിടെ നമ്മൾ പ്രകൃതി വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭക്ഷ്യവസ്തുക്കളോ നാരുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അവിടെ നമുക്ക് സസ്യ വളർത്തൽ, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി വളർത്തലൊക്കെ നമുക്ക് പറയാൻ പറ്റും എക്സാമ്പിളായിട്ട്. കാർഷികേതര തൊഴിലുകൾ എന്ന് പറയുമ്പോൾ അവ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്തവ, അതായത് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്ന നിർമ്മാണം, സേവനങ്ങളൊക്കെ വരും. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം തുടങ്ങിയവയൊക്കെ അതിലാണ് വരുന്നത്. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. എന്താണ് സ്വയം തൊഴിൽ? തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ആ ടേം ഓർത്ത് വയ്ക്കുക. എന്താണ് സ്വയം തൊഴിൽ എന്ന്? സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നുണ്ട്. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകന് മാത്രമായിരിക്കും. ഇപ്പം നമ്മുടെ ചുറ്റുപാടും കാണുന്ന പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാരക്കടകളൊക്കെ കൂടുതലായിട്ടും സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ വന്നിട്ടുള്ളവരായിരിക്കും. അപ്പോൾ എന്താണ് സ്വയം തൊഴിൽ എന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? ഒരാൾ എന്ത് ചെയ്യുക? ഒരു തൊഴിലുടമ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ എന്ത് ചെയ്യാണ്? ഒരു വ്യക്തി സ്വതന്ത്രമായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഉപജീവനം നടത്തുന്നു. അതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുക. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായിട്ട് സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ചില പദ്ധതികളൊക്കെ നൽകുന്നുണ്ട്. സ്വയം തൊഴിൽ പദ്ധതികൾ ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. നവജീവൻ പദ്ധതി അത് ആർക്ക് വേണ്ടിയിട്ടാണ്? മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് രാജ്യം നടത്തി വരുന്ന ഒരു പദ്ധതിയാണ്. കൈവല്യ എന്താണ്? ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശരണ്യ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് പറയാം നവജീവൻ മുതിർന്നവർക്ക് വേണ്ടി, കൈവല്യ ഭിന്നശേഷിക്കാർക്ക്, ശരണ്യ വനിതകൾക്ക് വേണ്ടിയിട്ട്. ഇവ 3 ഓർത്ത് വയ്ക്കുക. പ്രധാനപ്പെട്ട പദ്ധതികളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് ഓർത്ത് വയ്ക്കുക, എഴുതി പഠിക്കുക. ഇതിന് മുമ്പത്തെ ചാപ്റ്റർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണുക. ഇതിൻ്റെ തുടർച്ചയായിട്ടും ഓരോ ദിവസവും SCERT ചാപ്റ്റേഴ്സ് വീഡിയോസ് ഇടുന്നതാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക.